അല്ല, അത് കോടതിയുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു അന്വേഷണമാണ് SITയുടെ. അത് ഞങ്ങൾക്ക് അതിൽ പരാതിയൊന്നുമില്ല. കൂടുതൽ അന്വേഷണം വേണമെങ്കിൽ SIT പറയേണ്ടി വരും. കാരണം ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള ഒരു കേസാണെങ്കിൽ ഒരുപക്ഷെ അവർക്കത് ചെയ്യാൻ കഴിയുമെന്ന് വരില്ല. അത് അവരാണ് തീരുമാനിക്കുന്നത്. അല്ല, SIT ഇപ്പം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണ്. നമ്മളിപ്പോൾ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കുറെ കൂടി വേഗതയിൽ കാര്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അല്ല, അത് CK ജാനു വരാൻ താല്പര്യം പ്രകടിപ്പിച്ചു. PV അൻവറിന്റെ കാര്യം നിങ്ങൾക്കറിയാം, കുറഞ്ഞു കുറേ നാളുകളായിട്ടുണ്ട്. വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്നെ കണ്ടു 2 തവണ സംസാരിച്ചാണ്. പുള്ളി എന്റെ വീട്ടിൽ വന്ന് സംസാരിച്ചാണ്. പുള്ളിക്ക് വരാൻ താല്പര്യമുണ്ട്. അപ്പൊ ഞങ്ങളത് ആലോചിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനോടും അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വരാൻ താല്പര്യമുള്ള NDAയിലെ 2 കക്ഷികളും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ അൻവറും പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങളോട് നിരന്തരമായി വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ആവശ്യപ്പെട്ടതിന്റെ പേരിലാണ്. ഞങ്ങൾ അങ്ങോട്ട് ചെന്നതല്ല. പക്ഷെ അദ്ദേഹം പിന്നെന്താ മാറിയെന്ന് എനിക്കറിയില്ല. അല്ല, ഇതുവരെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല. കേരള കോൺഗ്രസ് M എന്ന് പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി നിൽക്കുകയാണ്. അവര് ആ മുന്നണി നിൽക്കുന്ന ഒരു കക്ഷിയെ നമ്മളിപ്പോൾ വിളിക്കേണ്ട കാര്യമില്ല. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ട കാര്യമാണ്. അല്ലാതെ അവര് ഇപ്പോൾ വരണമെന്ന് പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയമായി ശരിയായ കാര്യമല്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം അവർ വേറെ മുന്നണി നിൽക്കുകയാണ്. അവർ താല്പര്യം പ്രകടിപ്പിച്ചാൽ അതിനെപ്പറ്റി ആലോചിക്കും. അല്ലെ, ഞങ്ങളങ്ങനെ പറഞ്ഞില്ലല്ലോ. അവർ താല്പര്യം പ്രകടിപ്പിച്ചാൽ അപ്പൊ ആലോചിക്കുന്നല്ലേ അവർ. അതാണ് പറഞ്ഞത്. ഇന്നലത്തെ UDF യോഗം ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഇന്ന് പത്രത്തിലുണ്ടല്ലോ, ജനുവരി 15-നകം ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചകൾ പൂർത്തീകരിക്കണമെന്നാണ് ആലോചിക്കുന്നത്. 4-5 തീയതികളിൽ കോൺഗ്രസിന്റെ ക്യാമ്പ്, മുന്നൊരുക്കത്തിന് വേണ്ടിയുള്ള ക്യാമ്പ് 4-5 തീയതികളിൽ വയനാട്ടിൽ നടക്കുക, സുൽത്താൻ ബത്തേരിയിൽ നടക്കുക. ഏതാ? അല്ല, ഞങ്ങൾക്കൊരു പ്രോസസ്സുണ്ട്. ഇവിടുത്തെ പ്രപ്പോസൽ ഹൈക്കമാൻഡിന്റെ മുമ്പിൽ വരും. ഹൈക്കമാൻഡാണല്ലോ അന്തിമമായി തീരുമാനിക്കുന്നത്. പക്ഷെ പ്രപ്പോസൽ വരേണ്ടത് ഇവിടുന്ന് തന്നെയാണ്. അതിന് ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്, പിന്നെ സ്ക്രീനിംഗ് കമ്മിറ്റിയുണ്ട്, പിന്നെ കോൺഗ്രസ് പാർലമെന്ററി ബോർഡുണ്ട്, തെരഞ്ഞെടുപ്പ് സമിതിയുണ്ട്. അങ്ങനെ പ്രോസസ്. ഇത്തവണ വൈകാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തണമെന്നാണ് ഒരു പൊതുധാരണ പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളത്, മുന്നണിയിൽ. അല്ല, അത് പരിശോധിക്കണം. അതിനാലിപ്പോൾ ഞങ്ങളിപ്പം പരിശോധിക്കാൻ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി. കാരണം ചില സ്ഥലങ്ങളിൽ ആളുകൾ ഇവിടുന്ന് പോയി മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും, രാജ്യം വിട്ടുപോയവരുണ്ടാവും, മരിച്ചവരുണ്ടാവും. ഞാൻ പറയാം, എന്റെ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞില്ല, 14,000 വോട്ടർമാരിൽ 5,000 പേരോളം മരിച്ചവരാണ് നമ്മൾ പരിശോധിച്ചപ്പോൾ. അപ്പം ഡബിൾ വോട്ടുള്ളത്. ഒരു വിധത്തിൽ കേരളത്തിൽ ഫലപ്രദമായ രാഷ്ട്രീയ പാർട്ടികൾ ശ്രദ്ധിച്ചാൽ SIR നല്ല നിലയിലാണ്. വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണം നടക്കും. എല്ലാവരെയും ഞാൻ ലഞ്ചിന് ക്ഷണിക്കുകയാണ്. ഒരു ക്രിസ്മസിന്റെയും ന്യൂ ഇയറിന്റെയും പശ്ചാത്തലത്തിൽ ഐ തോട്ട് ദാറ്റ് ഐ വിൽ ഗിവ് എ ലഞ്ച് ടു ഓൾ ദ പ്രസ്മെൻ ഇൻ ആലപ്പി. ഇത്തവണ അങ്ങനെ CPM-ആയിട്ടോ BJP ആയിട്ടോ
SDP ആയിട്ടോ ഒന്നും ഒരു ധാരണയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വേണ്ട എന്നുള്ളതാണ് ഇന്നലെ കൂടിയ UDF യോഗം തീരുമാനിച്ചത്. അല്ല, അതൊക്കെ ജനഹിതമനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. ഞങ്ങൾ ആരുമായിട്ടും കൂട്ടുകെട്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് തീരുമാനം. അതുകൊണ്ടല്ല, BJP സഹായിക്കാനൊന്നുമല്ല, ലോക്കൽ ബോഡി ഇലക്ഷനാണ്. അവിടെ പലയിടത്തും ആളുകൾ സിമ്പലിലല്ല നിൽക്കുന്നത്, വേറെ സ്വതന്ത്ര സിമ്പൽ നിൽക്കുന്നു. ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുന്നത് പാർട്ടി വളരാനുള്ള സാഹചര്യം കൂടിയാണ്. ഇപ്പൊ മുന്നണിയായി മത്സരിക്കുന്ന നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് മത്സരിക്കാൻ കഴിയാതെ വരുന്നു. ഇപ്പൊ ബോംബെ 227 സീറ്റാണ്. അവിടെ പാർട്ടിക്കാർക്ക് മത്സരിക്കാൻ സീറ്റില്ല, അവസാനം ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ. അതുകൊണ്ട് ലോക്കൽ ബോഡി അല്ലേ, എല്ലാവരും മത്സരിക്കട്ടെ. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ മുന്നണിയിലുള്ള മറ്റു കക്ഷികളുമായി യോജിച്ച് പ്രവർത്തിക്കും. പ്രാഥമിക ഇലക്ഷൻ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ബോംബെ തീരുമാനിച്ചത്. പാർട്ടി ശക്തിപ്പെടും, പ്രവർത്തകരുണ്ടാവും. ലോക്കൽ ബോഡി ഇലക്ഷനാണ്, അത് ലോക്കലിൽ തീരുമാനിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്.